ആഗോള ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിർണായകമായ മാറ്റങ്ങൾ പ്രകടമാകുന്നതിനിടെ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ കരുത്താർജിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഷ്യയിൽ നിന്നുള്ള ഇന്ധന ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ വിവാദ പരാമർശങ്ങൾക്കിടയിലും പ്രതിരോധ മേഖലയിൽ റഷ്യയുമായി കൈകോർക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി റഷ്യയിൽ നിന്നും 288 S-400 മിസൈലുകൾ കൂടി വാങ്ങാനുള്ള നിർണായക നീക്കത്തിലാണ് രാജ്യം. ഈ വൻകിട ഇടപാടിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന് ഔദ്യോഗികമായി അനുമതി നൽകിയിരിക്കുകയാണ്. ഏകദേശം 10,000 കോടി രൂപയോളം ചെലവ് വരുന്ന ഈ കരാർ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ആധുനികവൽക്കരിക്കാനും കരുത്തുറ്റതാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നിർണായക പ്രതിരോധ നീക്കങ്ങളിൽ S-400 മിസൈൽ സംവിധാനത്തിന്റെ പ്രകടനം സൈന്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകിയിരുന്നു. ശത്രു രാജ്യങ്ങളുടെ മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും ദൂരപരിധിയിൽ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയിൽ വിപ്ലവകരമായ മാറ്റമാണ് കൊണ്ടുവന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന്റെ ചട്ടക്കൂടുകൾ വിശദീകരിക്കുന്നതിനിടയിലാണ് ട്രംപ് ഇത്തരമൊരു പരാമർശം നടത്തിയത്. എന്നാൽ ഈ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് രംഗത്തെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ മറ്റു ഉത്തരവാദിത്തപ്പെട്ടവരോ ഇന്ത്യൻ നേതാക്കളോ ഇതുവരെ ഇത്തരമൊരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് ലാവ്റോവ് ചൂണ്ടിക്കാട്ടി. റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഊർജ്ജ പ്രതിരോധ കരാറുകൾ നിലവിൽ അപകടത്തിലാണെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഉപരോധങ്ങൾ ഭീഷണിപ്പെടുത്തിയും വ്യാപാര തീരുവകൾ ഏർപ്പെടുത്തിയും ആഗോള സാമ്പത്തിക ആധിപത്യം ഉറപ്പിക്കാനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നതെന്ന രൂക്ഷമായ വിമർശനവും ലാവ്റോവ് ഉയർത്തിയിട്ടുണ്ട്. റഷ്യൻ നിർമ്മിത S-400 ട്രയംഫ് മിസൈൽ സംവിധാനം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ കവചങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. ഒരേ സമയം ഒട്ടനവധി ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും നേരിടാനും കഴിയുന്ന ഈ സംവിധാനം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഗെയിം ചേഞ്ചറായി മാറിയിരിക്കുകയാണ്. ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കരുത്തുള്ള മിസൈൽ സംവിധാനങ്ങൾ കൈവശം വെക്കുന്നത് അനിവാര്യമാണ്. മുൻപ് അമേരിക്കയുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടാണ് ഇന്ത്യ റഷ്യയുമായി S-400 കരാറിൽ ഒപ്പിട്ടത്. ഇപ്പോൾ വീണ്ടും 10,000 കോടി രൂപയുടെ അധിക കരാറിലേക്ക് നീങ്ങുന്നത് വഴി അമേരിക്കയ്ക്കുള്ള വ്യക്തമായ സന്ദേശം കൂടിയാണ് ഇന്ത്യ നൽകുന്നത്. ഇന്ത്യയുടെ വിദേശ നയവും പ്രതിരോധ നയവും മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്നതല്ലെന്നും സ്വന്തം സുരക്ഷയ്ക്കായാണ് പ്രഥമ പരിഗണനയെന്നും രാജ്യം ഇതിലൂടെ തെളിയിക്കുന്നു. ലഡാക്ക് ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ പുതിയ മിസൈൽ കരാറിന് വലിയ തന്ത്രപ്രധാനമായ പ്രാധാന്യമുണ്ട്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിലും ഇന്ത്യ സമാനമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ അവഗണിച്ച് കുറഞ്ഞ നിരക്കിൽ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ തയ്യാറായിരിക്കുന്നു. ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിപണിയിലെ ഇന്ധനവില നിയന്ത്രിക്കുന്നതിനും സമ്പദ് വ്യവസ്ഥയെ സഹായിക്കുന്നതിനും വലിയ പങ്ക് വഹിച്ചു. ട്രംപ് ഭരണകൂടം ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും റഷ്യയുമായുള്ള വർഷങ്ങൾ പഴക്കമുള്ള സൗഹൃദവും വ്യാപാര ബന്ധവും പെട്ടെന്ന് ഉപേക്ഷിക്കാൻ ഇന്ത്യ തയ്യാറല്ല. റഷ്യൻ വിദേശകാര്യമന്ത്രി ലാവ്റോവിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ദൃഢമായി തുടരുന്നുവെന്ന് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം എന്താകുമെന്നാണ് നയതന്ത്ര ലോകം കാത്തിരിക്കുന്നത്. എങ്കിലും പ്രതിരോധ ഇടപാടുകൾക്ക് DAC നൽകിയ അനുമതി ഇന്ത്യയുടെ ലക്ഷ്യം വ്യക്തമാക്കുന്നു. റഷ്യയുമായുള്ള ആയുധ ഇടപാടുകൾ തുടരുന്നതിലൂടെ ഇന്ത്യ തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുക മാത്രമല്ല ആഗോള രാഷ്ട്രീയത്തിൽ ഒരു സ്വതന്ത്ര നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ഇതിലൂടെ ചെയ്യുന്നു.